ഏവർക്കും ട്രീ കിച്ചണിലെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. വളരെ രുചികരമായ റാഗി കൊണ്ടുള്ളൊരു ദോശയാണ് ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ സാധിക്കും. വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടികൾക്കും ഇതുപോലെ തയ്യാറാക്കി കൊടുത്താൽ കുട്ടികൾ വളരെ ഇഷ്ടത്തോടു കൂടി കഴിക്കും. എല്ലാവരും ഇതൊരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക. വളരെയധികം ടേസ്റ്റുള്ള ഒരു വെറൈറ്റി ഡിഷാണ് ഇന്നിവിടെ തയ്യാറാക്കുന്നത്. ഈ സ്പെഷ്യൽ ഡിഷ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇവിടെ 3 സ്പൂൺ റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 സ്പൂൺ അരിപ്പൊടി, 1 സ്പൂൺ റവ, 1 ടീസ്പൂൺ ഉപ്പ്, ഗ്രേറ്റ് ചെയ്തെടുത്ത ക്യാരറ്റ്, ഇവിടെ 2 ക്യാരറ്റാണ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അടുത്തതായി കുറച്ച് ബീൻസ്, പച്ചമുളക്, സവാള, ഇത്രയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതോടൊപ്പം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. ഇത്രയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ച് ദോശമാവിൻ്റെ പരുവത്തിൽ ഇതിനെ നന്നായി കലക്കിയെടുക്കാം. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കാം. വളരെ രുചികരമായ ഒരു ദോശയാണിത്. മറ്റ് കറികളൊന്നും തന്നെ ആവശ്യമില്ല. ഇതിൽ വെജിറ്റബിൾസ് ചേർത്തിട്ടുള്ളത് കൊണ്ട് മറ്റ് കറികൾ ആവശ്യമായി വരില്ല. ചൂടോടുകൂടി കഴിക്കാൻ വളരെ രുചികരമായ ഒന്നാണ്. എല്ലാ ദിവസവും ഒരു നേരമെങ്കിലും റാഗി കൊണ്ടുള്ള വിഭവങ്ങൾ തയ്യാറാക്കി കഴിക്കുക. റാഗി ഹെൽത്തിയായ ഫുഡാണിത്. ഇതാ ഇവിടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ദോശ തയ്യാറാക്കിയെടുക്കാം. ഇതാ ഇവിടെ പാൻ അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ചു കൊടുത്ത ശേഷം ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇതിലേക്ക് നല്ലെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലെണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പുറംഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഇതിനെ മറിച്ചിട്ട് കൊടുക്കാം. നല്ല എളുപ്പത്തിൽ തന്നെ മറിച്ചിടാനായിട്ട് സാധിക്കും. ഒട്ടും തന്നെ പാത്രത്തിൽ പിടിക്കത്തില്ല. വളരെ എളുപ്പത്തിൽ തന്നെ നല്ല പെർഫെക്റ്റായ ദോശ തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. ഇതിൻ്റെ പുറം വശത്തും മറിച്ചിട്ട ശേഷം അതിൻ്റെ പുറം വശത്തും നല്ലെണ്ണ തേച്ച് കൊടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് നല്ല മൊരിഞ്ഞ രീതിയിൽ വേവിച്ചെടുക്കാം. അങ്ങനെ ഇതാ വളരെ രുചികരമായ റാഗി കൊണ്ടുള്ള ദോശ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഇതൊരു പ്രാവശ്യം തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കിയ ശേഷം ഫീഡ്ബാക്ക് രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ട് താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക. ഓൾ എന്ന ഓപ്ഷൻ കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അടുത്ത വെറൈറ്റി വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ.